ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എനിക്ക് എക്സാം ആയിരുന്നു, പീരിയോഡിക് ടെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ടെസ്റ്റ്, GKൻ്റെ ക്ലാസ് ടെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ. മെയിനായിട്ടുള്ള കഴിഞ്ഞു. ഇനിയുണ്ട് കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ടെസ്റ്റ്. ഇങ്ങനെ നീട്ടി പോവുകയാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ലീവല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ് ടെസ്റ്റ് മൺഡേ ആയിരിക്കും ഉണ്ടാവുക. മൺഡേ സ്കൂളുണ്ടെങ്കിൽ മൺഡേ ആണ് കമ്പ്യൂട്ടർ ക്ലാസ് ടെസ്റ്റ്. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് മൂന്നാമത്തെ അൺബോക്സിങ് വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് മുന്നേ 2 അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ്ങിൻ്റെ സാധനം ഇതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാമല്ലോ. എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് ആബ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും യൂസ് ചെയ്തു. എനിക്കിപ്പോൾ കുറച്ച് ഹെയർ ഫോളുണ്ട്. അതേപോലെ തന്നെ എൻ്റെ നെറ്റി ഭയങ്കര വീട്ടുമാണ്. അപ്പോൾ ഹെയർ ഫോളിലുണ്ട്. അതെന്തായാലും റെഡ്യൂസ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. എനിക്ക് റിസൾട്ട് ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ്. ഞാനത് യൂസ് ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നെന്ന് മാത്രം. ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെയറിൽ ഈ ചിക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പൊക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി രാവിലെ പോക്കിയ കാര്യമാണ്. എങ്കിലും നമുക്കൊന്നുകൂടി പൊക്കിയിട്ട് അത് യൂസ് ചെയ്യാം. ഇത് തന്നെയല്ല യൂസ് ചെയ്തത്, കുറച്ച് ചേഞ്ച് ഉണ്ടായിരുന്നു. ബോട്ടിൽ സെയിം ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്തത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാണ്. എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ടൊരു സാധനമുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ ഹെയറിൽ ഒന്ന് പാർട്ടീഷൻ എടുത്തിട്ട് സ്പ്രേ ചെയ്യുക. നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഹെയറിൽ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പാർട്ടീഷൻ എടുത്ത് കൊടുത്തിട്ട് ആടെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്യുക. ഇത് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ആദ്യം മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഹെയർ ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തെടുത്തേയും എല്ലാ സ്ഥലത്തും കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ഈസിയാണ് ചെയ്യാനൊക്കെ. പക്ഷേ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യുക, മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹെയറിന് യൂസ്ഫുൾ ഉണ്ട്. ഈ പ്രൊഡക്റ്റിന് ഞാൻ ഒന്നുകൂടി പിന്നെ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത് കുറച്ച് ചേഞ്ച് ഉണ്ട്. അപ്പോൾ നോക്കാമല്ലോ. കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിക്ക് നമ്മൾ ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്പ്രേ ചെയ്തിട്ട് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നതാണ്. എപ്പോൾ വേണം, നമുക്ക് എപ്പോഴാണോ ടൈമുള്ളത് ആ സമയത്ത് ഡെയിലി യൂസ് ചെയ്യണം. ഇതൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നല്ലോണം മസാജ് ചെയ്യുക. അപ്പോൾ തന്നെ മസാജ് ചെയ്ത് ഹാൻഡ് നല്ല രീതിക്ക് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതൊന്ന് കമൻറ്റ് ചെയ്യുക. അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.